നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പോലീസുകാരും സൈനികരും വയർലെസ് ആശയവിനിമയത്തിനായി ഡെൽറ്റ, ബ്രാവോ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇത് പ്രധാനമായും വ്യക്തത ഉറപ്പുവരുത്തുവാനാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ നാറ്റോ ഫോണറ്റിക് ആൽഫബറ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റേഡിയോ ടെലിഫോണി സ്പെല്ലിംഗ് ആൽഫബറ്റ് എന്നും വിളിക്കുന്നുണ്ട്. വയർലെസ് സെറ്റുകളിലൂടെയോ റേഡിയോയിലൂടെയോ സംസാരിക്കുമ്പോൾ ശബ്ദ തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ബി, ഡി, പി, വി എന്നീ അക്ഷരങ്ങൾ കേൾക്കുമ്പോൾ മാറിപ്പോകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. പി എന്ന് പറയുന്നതിന് പകരം ബ്രാവോ എന്ന് കേൾക്കുമ്പോൾ കേൾക്കുന്നയാൾക്ക് അത് ഡി ആണോ പി ആണോ എന്ന് സംശയം ഉണ്ടാവില്ല. ഒരു വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ഉദാഹരണത്തിന് KL1 AB ആണെങ്കിൽ അത് കിലോ ലിമ 01 ആൽഫ ബ്രാവോ എന്ന് കൈമാറുമ്പോൾ പിഴവുകൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്തും അതിനു മുമ്പും പല രാജ്യങ്ങളും പലതരത്തിലുള്ള കോഡുകളാണ് ഉപയോഗിച്ചിരുന്നത്. 1950കളിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് വിമാനയാത്രയിലും സൈനിക ആവശ്യങ്ങൾക്കുമായി ഒരു പൊതുവായ രീതി സ്വീകരിക്കണമെന്ന് തോന്നൽ ഉണ്ടായി. അങ്ങനെയാണ് 1956 ICAO അഥവാ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഈ ആൽഫബറ്റ് പട്ടിക പരിഷ്കരിച്ച് അവതരിപ്പിച്ചത്. പിന്നീട് അത് നാറ്റോ അംഗീകരിക്കുകയും ലോകമെമ്പാടും പ്രചരണത്തിലാവുകയും ചെയ്തു. ഈ പട്ടികയിലെ ഓരോ വാക്കും തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ കൃത്യമായ പഠനങ്ങൾക്ക് ശേഷമാണ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് സംസാരിക്കുന്നവർക്ക് ഒരുപോലെ ഉച്ചരിക്കാൻ എളുപ്പമുള്ള വാക്കുകളാണിവ. സംഖ്യകൾ പറയുമ്പോഴും ചില മാറ്റങ്ങളുണ്ട്. ഉദാഹരണത്തിന് 9 എന്ന അക്ഷരം നയനർ എന്നാണ് പറയുക. നയൻ എന്ന് പറയുമ്പോൾ ജർമ്മൻ ഭാഷയിലെ നെയിൻ അഥവാ ഇല്ല എന്ന വാക്കുമായി മാറിപ്പോവാതിരിക്കുവാനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. റോജർ എന്നാൽ റിസീവ്ഡ് എന്നാണ് അർത്ഥം. 6 എന്ന അക്ഷരത്തിന് പണ്ട് ഉപയോഗിച്ചിരുന്ന വാക്ക് റോജർ എന്നായിരുന്നു. ഇത് ഇന്നും മാറ്റമില്ലാതെ തന്നെ തുടരുന്നുണ്ട്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.